കൊച്ചിയിൽ നിന്നും സുൽത്താന ചേരുന്നുണ്ട്. സുൽത്താന, എങ്ങനെയായിരിക്കും ഈ ആളുകളുടെയൊക്കെ പ്രതീക്ഷ എന്നുള്ളത്? കാരണം നമുക്കറിയാം, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്ന ആ വേദിയിലൊക്കെ തന്നെ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും മമ്മൂട്ടി, ടൊവിനോ തോമസ്, ആസിഫ് അലി മൂന്നുപേരും വലിയ രീതിയിലുള്ള മത്സരമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പ്രകടനം അത്തരത്തിലായിരുന്നു. പ്രത്യേകിച്ചും ബ്രഹ്മയുഗമൊക്കെ നമ്മൾ കണ്ട് അങ്ങനെ ഇരുന്നു പോയൊരു സാഹചര്യമുണ്ട്. അത് പഠന വിഷയം പോലും ആക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ഈ മഞ്ഞുമൽ ബോയ്സും ഒപ്പം ബ്രഹ്മയുഗവും എന്നുള്ളത്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. 200 കോടി ക്ലബിലേക്ക് ഇടം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളതാണ്. ആഗോളതലത്തിൽ തന്നെ എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും അത്തരത്തിൽ സാങ്കേതിക മികവ് കൊണ്ടും നടന വിസ്മയം കൊണ്ടുമൊക്കെ ആളുകളെയൊക്കെ പിടിച്ചിരുത്തിയ 3 ചിത്രമാണ്. എന്തായാലും എങ്ങനെയാണ് പ്രതീക്ഷകൾ, സുൽത്താന? ഇത്തവണ തെന്നിന്ത്യൻ സിനിമയും പ്രത്യേകിച്ച് മലയാള സിനിമയും കഴിഞ്ഞ വർഷം നേടിയിട്ടുള്ള അഭൂതപൂർവമായ നേട്ടങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഇത്തവണ മലയാളത്തിന് ഒരുപാട് സാധ്യതകൾ തുറന്നിട്ടുള്ള ഒരു വർഷമാണ്. ദേശീയ തലത്തിൽ പോലും മലയാള സിനിമ വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ വയ്ക്കുന്ന ഒരു പ്രതീക്ഷ. അതിൽ മഞ്ഞുമൽ ബോയ്സും ഭ്രമയുഗവും കിഷ്കിന്ധാകാണ്ഡവുമാണ് ഉയർന്നു വരുന്ന മലയാള ചിത്രങ്ങളുടെ പേരുകൾ. ഇതിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് പരിഗണിക്കുകയാണെങ്കിൽ മമ്മൂട്ടി മികച്ച നടനായിട്ട് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന പ്രകടനത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടന പുരസ്കാരം ലഭിച്ചിരുന്നു സംസ്ഥാന തലത്തിൽ. അതുപോലെ മികച്ച ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ മികച്ച സംവിധായകനായി ചിദംബരവും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുപോലെ സംസ്ഥാന തലത്തിൽ നിന്ന് മാത്രമല്ല, ഒട്ടേറെ ക്രിട്ടിക്കൽ വാല്യൂവും അല്ലാതെയുള്ള സോഷ്യൽ മീഡിയയിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു കിഷ്കിന്ധാകാണ്ഡം. ഈ 3 സിനിമകളും ദേശീയ തലത്തിൽ പുരസ്കാരത്തിന് അർഹമാവുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇവിടെ മലയാളികൾക്ക് ഏറെ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള വിവിധ ഇന്ത്യൻ ഭാഷാ സിനിമകളെയാണ് ഇത്തവണ ദേശീയ ചലച്ചിത്ര 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, പരിഗണനയിലുള്ളത്. ഇതിൽ സാധ്യതാ പട്ടികയിൽ മികച്ച നടനായി മമ്മൂട്ടി വന്നു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത്തവണ മികച്ച നടനായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 27 വർഷത്തിനിടയ്ക്ക് മമ്മൂട്ടിയിലേക്ക് എത്തിച്ചേർന്ന ഒരു പുരസ്കാരം കൂടിയായിരിക്കും ഇത്തവണത്തെ മികച്ച നടൻ ദേശീയ പുരസ്കാരം എന്നുള്ളത്. അതിനായി ഉറ്റുനോക്കിയിരിക്കുകയാണ് കേരളം. ഇതിനു മുൻപ് 3 തവണയാണ് ദേശീയ തലത്തിൽ മമ്മൂട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് 1983 മതിലുകൾ, വടക്കൻ വീരഗാഥ എന്നീ 2 ചിത്രങ്ങളിലെ പ്രകടനത്തിനായിരുന്നു. രണ്ടാമത് 1993 വിധേയൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിച്ചിരുന്നത്. മൂന്നാമതായി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനായിരുന്നു ദേശീയ പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തിയത്. ഇതിപ്പോൾ 27 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്തവണ ഒരു പക്ഷേ മമ്മൂട്ടിയാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്കിൽ അദ്ദേഹം 27 വർഷങ്ങൾക്ക് ശേഷം നേടിയെടുക്കുന്ന ഒരു പുരസ്കാരമായിരിക്കും ഇത് എന്ന ഒരു പ്രത്യേകതയും ഇത്തവണത്തെ ദേശീയ അവാർഡിനുണ്ട്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതുമായ നേട്ടമാണ് ഭ്രമയുഗത്തിലേത്. കഴിഞ്ഞ തവണ ആടുജീവിതത്തിനുള്ള പുരസ്കാരം നിഷേധിക്കപ്പെട്ടപ്പോൾ മലയാളികൾ എത്രത്തോളം വിഷമിച്ചോ അത്ര തന്നെ വിഷമം ഒരുപക്ഷെ ഭ്രമയുഗത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടൻ കിട്ടിയില്ലെങ്കിൽ ഇത്തവണ നിരാശപ്പെടും എന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളിപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മമ്മൂട്ടി 4ാമത്തെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കുമോ എന്നുള്ളതാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ആസിഫ് അലിയും ടൊവിനോ തോമസും ഒക്കെയുണ്ട്.